അത് ഉറക്കത്തിലായാലും ഉടനെ തന്നെ ഡാൻസ് ചെയ്യുന്ന തെയ്യം തക്ക തെയ്യാമ്മ. പാചകത്തിൻ്റെയും വാചകത്തിൻ്റെയും കാര്യത്തിൽ നാട്ടുകാരെയും വീട്ടുകാരെയും ഞെട്ടിച്ച ആലപ്പുഴക്കാരി അച്ചാമ്മ. സൗന്ദര്യ മത്സരത്തിൽ തന്നെ വെല്ലാൻ ഈ നാട്ടിൽ നിന്നല്ല, ഈ യൂണിറ്റിൽ നിന്നല്ല, ഇടവകയിൽ തന്നെ ആരുമില്ലെന്ന വിശ്വാസത്തിൽ. അങ്ങനെ വലിയ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ. എങ്കിലും ലേശം ജാടയോടെ ക്യാറ്റ് വാക്ക് നടത്തിയെത്തുന്ന കോതമംഗലം കുഞ്ഞമ്മ. മക്കളൊക്കെ അങ്ങ് അമേരിക്കയിലായതോടെ താനും അമേരിക്കക്കാരിയാണെന്ന ചിന്തയിൽ നടപ്പും ഇരിപ്പും എടുപ്പുമൊക്കെ അമേരിക്കൻ സ്റ്റൈലിലാക്കിയ കോട്ടയംകാരി കുഞ്ഞമ്മ. പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇൻഫന്റ് ജീസസ് ഫാമിലി യൂണിറ്റിൻ്റെ നമോവാകം, സ്നേഹവന്ദനം. അമ്മച്ചിമാരെ, നമ്മുടെ ഓരോ പരിപാടിയും പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത്. ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മാവേലിക്കര മറിയാമ്മയാണ്. മറിയാമ്മയെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. പിതാവായ ദൈവമേ, യൂണിറ്റിൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഈ സ്റ്റേജിൽ നടത്തുന്ന സകല തോന്നിയവാസങ്ങൾക്കും നീ ക്ഷമിക്കണമേ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും തെറിവിളിയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. വീട്ടുകാരൻ്റെ കുനിച്ചു നിർത്തിയുള്ള ഇടിയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ഈ കോലം കെട്ടിച്ച ജോർജ് ഏട്ടനെയും കാത്തുകൊള്ളണമേ. വികാരി അച്ഛൻ്റെ ശാസനയിൽ നിന്നും പാവപ്പെട്ട ഈ കുഞ്ഞാടുകളെ കാത്തുകൊള്ളണമേ. ഒരിക്കൽ കൂടി ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ നിൽക്കുന്നവരെ ചില്ലറക്കാരല്ല കേട്ടോ, മുടിഞ്ഞ ഗായകര, ഒടുക്കത്തെ പാട്ടുകാർ. എന്ത് ചോദിച്ചാലും പാട്ടിലൂടെ മറുപടി പറയും. അപ്പോൾ നമുക്ക് അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. പ്രിയ അമ്മച്ചിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇൻഫന്റ് ജീസസ് ഫാമിലി യൂണിറ്റിൻ്റെ ഈ വാർഷികത്തിൻ്റെ ഈ സ്നേഹ ചടങ്ങുകളിലേക്ക് സ്വാഗതമാണ് കേട്ടോ. അമ്മച്ചിമാരെ, ചോദ്യങ്ങൾക്ക് റെഡി ആയിട്ട് അങ്ങോട്ട് നിന്നോളാം. നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ, ഒന്ന് പറയാമോ? നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവമൊക്കെ ഇപ്പം നാട്ടുകാർക്ക് മനസ്സിലായി. ആട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമക്കളെ കുറിച്ചുള്ള അഭിപ്രായം കൂടി അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതെ, ഇത് കണ്ട് നിങ്ങളുടെ മരുമക്കൾക്ക് ഒരു സംശയം. അമ്മമാരെ പറ്റി നിങ്ങൾ ചോദിക്കാത്തത് എന്താന്ന്? എന്നാ പിന്നെ നിങ്ങളുടെ അമ്മായിയമ്മമാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ആട്ടെ, നിങ്ങളുടെ ഇടവകയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
കുറച്ചുകൂടി ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഒന്ന് പറയൂ. അനുഗ്രഹത്തെ